കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിലൊരു സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത്. വളരെ ചെറിയ സമയം കൊണ്ട് ഒരു 15-20 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ചിക്കൻ സമോസ പാക്കറ്റാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ്. എന്നാൽ നമുക്ക് ഒന്നും വഴറ്റാനും അങ്ങനെയുള്ള ഒരു പണിയുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും എളുപ്പത്തിൽ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 150-200 ഗ്രാമിൻ്റെ ഉള്ളിലുണ്ടാവും. അത്രയും ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. വേവിച്ചതിന് ശേഷം അതിൻ്റെ എല്ലൊക്കെ അങ്ങ് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പെന്ന് പറയുമ്പം 1/2 ടീസ്പൂണിലും കുറവായിട്ട് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം ഒരു 1/2 കപ്പ് വരെ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഇവിടെ അടച്ചു വെച്ച് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സമയം വരെ വേവിച്ചെടുക്കാം. അങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണിത്. ഇനി ചിക്കൻ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. ഇങ്ങനെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിക്കൻ ഫൈൻ പൗഡറായിട്ടൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല. പൾസ് മോഡിലിട്ടിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. ഈ ഒരു രീതിയിലാണ് ഞാൻ ചിക്കൻ പൊടിച്ചെടുത്തിരിക്കുന്നത്. അധികം പൊടിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ്. വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതിയാവും. അപ്പോൾ ക്യാരറ്റ് ഞാൻ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ തൊലി കളയുന്ന പീലർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഇത്രയും നേരിയതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ വഴറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്നത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ സമോസ കഴിക്കുന്ന സമയത്ത് ക്യാരറ്റിൻ്റെ ഒരു കടി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്നത്രയും ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സ്വീറ്റ് കോണും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ക്യാബേജാണ് കയ്യിലുള്ളതെങ്കിൽ ക്യാബേജ് അല്ലെങ്കിൽ കുക്കുംബർ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്താൽ മതി കേട്ടോ. ഞാനിതിൽ കൊടുത്തിരിക്കുന്നതിന് ചേർക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമുക്കിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ വരെ ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ പപ്രിക്ക പൗഡറാണ്. ഇത് കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം 1 ടീസ്പൂൺ നമ്മുടെ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ അതിലും കുറവായിട്ട് ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമോ തിക്ക് ക്രീമോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ക്രീം ഏകദേശം ഒരു 1/3 കപ്പ് വരെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വൈറ്റ് സോസ് തയ്യാറാക്കിയിട്ട് അത് ചേർത്താൽ മതി. വൈറ്റ് സോസ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് ചേർത്താലും മതി. അപ്പോൾ ക്രീം കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 2-3 ടേബിൾ സ്പൂൺ ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇത് എളുപ്പത്തിലൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുകയാണ്. ഇത് നമുക്ക് നമ്മുടെ സമൂസ ഷീറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചിക്കൻ പാക്കറ്റ് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അല്ലെങ്കിൽ വീട്ടിൽ തയ്യാറാക്കി വെച്ച സമൂസ ഷീറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ കുറുകയായിട്ട് ഇതുപോലെ ഒന്നും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ അത് വെക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ അടിയിൽ കുറച്ച് നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ അതവിടെ ഒട്ടി നിന്നോളും. അപ്പോൾ ആദ്യം വെച്ച സമൂസ ഷീറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നമ്മൾ തയ്യാറാക്കിയ മൈദ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മളിങ്ങനെ രണ്ടാമത് വെക്കുന്ന ഷീറ്റ് വെച്ച് കൊടുക്കാൻ. അങ്ങനെയാകുമ്പോൾ അതവിടെ ഒട്ടി നിന്നോളും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് മിഡിലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഫില്ലിംഗ് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ വെച്ച് കൊടുക്കാം. കൂടുതൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മുടെ മൈദ പേസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ പേസ്റ്റ് ആക്കാത്ത ഭാഗം മടക്കി വെക്കുക. എന്നിട്ട് പേസ്റ്റ് ആക്കിയ ഭാഗം രണ്ടാമത് മടക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക.
ഇനിയുള്ള രണ്ട് ഭാഗത്തും ഈ നമ്മുടെ മൈദ പേസ്റ്റ് പുരട്ടി കൊടുക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന എല്ലാ ഭാഗത്തും മൈദ പേസ്റ്റ് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു പാക്കറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ഇതുപോലെ ആക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാ ഭാഗവും നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ചിക്കൻ സമൂസ പാക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇതുപോലെ ഞാൻ മുഴുവനും റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഒരു ഫില്ലിംഗ് വെച്ചിട്ട് 9 എണ്ണമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു മുട്ട മതി കേട്ടോ ഇത്രയും സമൂസക്ക്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതും ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കിയ ഓരോ സമൂസ പാക്കറ്റും ആദ്യം മുട്ടയിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ചെയ്യാതെ ഈ മുട്ടയിലും ഈ ഒരു റൊട്ടിപ്പൊടിയിലും മുക്കാതെ തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഒന്നുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇത് ഈ മുട്ടയും ബ്രെഡ് ക്രംസും ഇല്ലാതെയും നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡി ആവും കേട്ടോ, കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം. സമൂസ ഷീറ്റ് പിന്നെ അറിയാമല്ലോ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യുമ്പോഴേക്കും നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു രീതിയിലായിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ, ഈ ഒരു സ്നാക്ക് അധികം എണ്ണയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ സമോസ പാക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ റോ വെജിറ്റബിൾസാണ് ചേർക്കുന്നതെങ്കിൽ കൂടി നമുക്കതൊന്നും അറിയാൻ പറ്റില്ല, ഭയങ്കര രുചിയാണ് ഫില്ലിംഗ്. ക്രീമും പിന്നെ നമ്മുടെ വേവിച്ച ചിക്കനും ഒക്കെ കൂടെ ഒരുമിച്ചാകുമ്പോൾ പറയാനില്ല. പിന്നെ അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ. നമ്മളിതിൽ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പാപ്രിക്ക പൗഡറും ഒക്കെ ചേർത്തതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടാണ് ഇരിക്കുന്നതും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക്